ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തൻ ഇലയും പരിപ്പും കൂടി ചേർത്ത് ഒരു ഒഴിച്ചുകറിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ മത്തയുടെ ഇളം കൂമ്പും അതുപോലെ തന്നെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അതിലേക്ക് ചേർക്കാനായിട്ട് 2-3 കാന്താരി മുളകും കൂടി നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. നമ്മളിതേ അപ്പോൾ ആവശ്യത്തിനുള്ള മത്തനിലയും അതുപോലെ മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇലയുണ്ടല്ലോ നല്ലപോലെ ഒന്ന് കഴുകി ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. തീരെ പൊടിപൊടിയായിട്ടൊന്നുമല്ല, ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഈ മത്തനിലയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല. ഈ മത്തനില നമ്മൾ കഴുകിയെടുത്തപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം ഇതിലേക്ക് ഇനി ഇറങ്ങി വന്നോളും. അതിൽ കിടന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇനി അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയതും അതിലേക്ക് 2-3 കാന്താരി മുളകും അതുപോലെ 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇലയൊക്കെ പാകത്തിന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പരിപ്പ് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളുണ്ടല്ലോ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഒരല്പം ജീരകം കൂടി ചേർക്കാം കേട്ടോ. ഞാനത് ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അരപ്പ് ചേർത്താൽ പിന്നെ ഒത്തിരി സമയമൊന്നും നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഈ ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി ചാറൊക്കെ കുറുകി വന്നോളും. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചുവന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 വറ്റൽമുളക്, ആവശ്യത്തിന് വേപ്പില എന്നിവ ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മത്തൻ ഇലയും പരിപ്പും കൂടി ചേർത്ത് ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.